തണൽ തേടി അലഞ്ഞവരുടെയും അവർക്ക് തണലൊരുക്കി നൽകിയവരുടെയും കഥകൾ പറയുന്ന തണൽ പ്രോഗ്രാം ഇന്ന് കടന്നു ചെല്ലുന്നത് കുമ്പനാട് ധർമ്മഗിരി മന്ദിരത്തിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാടിന് സമീപം മുട്ടുമണ്ണിൽ 1948 മുതൽ പ്രവർത്തിച്ചു വരുന്ന വയോജന മന്ദിരമാണ് കുമ്പനാട് ധർമ്മഗിരി മന്ദിരം. മലങ്കര മാർത്തോമാ സുറിയാനി സഭ സന്നദ്ധ സുവിശേഷ പ്രവർത്തക സംഘത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് കുമ്പനാട് ധർമ്മഗിരി മന്ദിരം. 75 വർഷങ്ങൾ പിന്നിടുന്ന ഈ സ്ഥാപനത്തിൽ ഇന്ന് 125ഓളം പേർ അഭയം കണ്ടെത്തിയിരിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കുമ്പനാട് ധർമ്മഗിരി മന്ദിരം. സമൂഹത്തിലെ അവശ്യത അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരെ കരുതുക എന്നുള്ള ലക്ഷ്യത്തിലും പ്രത്യേകിച്ചും മാരാമൺ കൺവെൻഷനിൽ കടന്നു വരുന്ന യാചകരായിട്ടുള്ള ആൾക്കാരെ കരുതുക എന്നുള്ള ലക്ഷ്യത്തിൽ പ്രാരംഭം കുറിക്കുവാൻ ഇടയായി തീർന്ന പ്രവർത്തനമാണ് കുമ്പനാട് ധർമ്മഗിരി മന്ദിരം. മാരാമൺ കൺവെൻഷൻ സമയത്ത് ധാരാളം യാചകരായിട്ടുള്ള ആൾക്കാർ വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന പതിവ് ഉണ്ടായിരുന്നു. അവരുടെ ദൈന്യ ജീവിതം കണ്ടതായിട്ടുള്ള പലരും, പ്രത്യേകിച്ചും നല്ല ഫെബ്രുവരി മാസത്തെ വേനൽ ചൂടിൽ കരയിൽ കിടന്ന് ഭിക്ഷ യാചിക്കുന്ന ചിത്രം കണ്ടപ്പോൾ അവരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പലരും മുൻപോട്ട് വന്നു. തൽഫലമായി ആദ്യകാലങ്ങളിൽ അവർക്ക് തണലേകുവാൻ പന്തൽ നിർമ്മിച്ച് നൽകി. എന്നാൽ ഇവർക്ക് എന്തെങ്കിലും കരുതൽ അല്ലെങ്കിൽ ഇങ്ങനെ യാചിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് അവരെ സഹായിക്കുവാൻ ഒരു കളക്ഷൻ എടുത്ത് നൽകി സഹായിച്ചു. അതിൽ നിന്നൊക്കെ അല്പം മിച്ചം കിട്ടിയത്, അല്ലെങ്കിൽ അവർക്ക് പണം നൽകിയതിന് ശേഷം ലഭിച്ചതായിട്ടുള്ള മിച്ച തുകയും സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനവും 2 ഏക്കർ സ്ഥലം വാങ്ങി 3 കുടിലുകൾ വെച്ച് ധർമ്മഗിരി മന്ദിരം സ്ഥാപിപ്പാനായിട്ട് ഇടയായി തീർന്നു. ധർമ്മക്കാരായ ആൾക്കാർ പാർപ്പിച്ച കുന്ന് എന്നുള്ള അർത്ഥത്തിൽ ധർമ്മഗിരി എന്ന പേരും ഈ സ്ഥാപനത്തിന് ലഭ്യമായി. 1948 ഡിസംബർ മാസം 25-ാം തീയതി ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചു. അന്നു മുതൽ ഇന്ന് വരെ അനേകരുടെ പ്രാർത്ഥന, കൈതുറന്നുള്ള സഹായം ഈ സ്ഥാപനയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രാരംഭകാലത്ത് സേവകരായിട്ടും സേവനിമാരായിട്ടും ധാരാളം പേർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. പ്രത്യേകിച്ചും ഇതിനെ പ്രാരംഭം കുറിക്കുവാൻ മുൻകൈയെടുത്ത പല വ്യക്തിത്വങ്ങളുണ്ട്. പുഴിക്കാലായ ശ്രീ PT തോമസ്, കൂടാതെ ഇതിൻ്റെ വളർച്ചയിൽ കുട്ടിസാർ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട സേവകൻ, അല്ലെങ്കിൽ ഇതിനെ നേതൃത്വം കൊടുത്താലുള്ള വർഗീസ് സാറിൻ്റെ ജീവിതം എല്ലാം വളരെ എടുത്തു പറയത്തക്ക ഒന്നാണ്. ഇതിൻ്റെ സിൽവർ ജൂബിലി വർഷത്തിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ഇതിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്തത് ലോകത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസയാകുന്നു. ഈ സ്ഥാപനം സന്ദർശിക്കുകയും അനുഗ്രഹകരമായിട്ടുള്ള അധ്യക്ഷ പദവി അലങ്കരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൂത് ആ കാലത്ത് നൽകിയത് ഇന്നും മന്ദിരം ചരിത്രത്തിലെ മായാത്ത ഏടുകൾ ഒന്നായിട്ട് കരുതുന്നു. ഇന്ത്യൻ പ്രസിഡൻ്റായി തീർന്ന ഡോക്ടർ VV ഗിരി ഈ സ്ഥാപനം സന്ദർശിക്കുകയും ഇതിനെ സഹായിക്കുകയും ചെയ്തത് ഓർക്കുകയാണ്. കൂടാതെ അനേകർ ഈ സ്ഥാപനത്തെ സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്തതിലൂടെ ഇന്ന് കാണുന്ന രീതിയിലുള്ള വളർച്ച ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. 75 വർഷം പൂർത്തിയായപ്പോൾ പാലിയേറ്റീവ് രോഗികളുടെ ഇടയിലുള്ളതായിട്ട് ശുശ്രൂഷ നമുക്ക് ആരംഭിക്കുവാനായിട്ട് ഇടയായി. 25ഓളം പേർക്ക് ICU ബെഡും ഓക്സിജൻ്റെ സഹായവും നേഴ്സിംഗ് കെയറും ഡോക്ടർമാരുടെ സേവനവും ഇതിലൂടെ നൽകി വരുന്നു. പ്രത്യേകിച്ചും മരണാസന്നരായിട്ടുള്ള അനേകർക്ക് ഈ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് 2 വർഷമായിട്ട് ഈ പ്രവർത്തനം ആരംഭിച്ചു, അതിലൂടെ സഹായമായി തീരുവാൻ ഇടയായി തീരുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന സംഗതി അത്രേ.
75 വർഷങ്ങളുടെ പൂർത്തീകരണത്തോടനുബന്ധിച്ച് ആരംഭിച്ച പാലിയേറ്റീവ് കെയർ ശുശ്രൂഷയിൽ ഇന്ന് 25ഓളം പേർക്ക് പാലിയേറ്റീവ് ശുശ്രൂഷകൾ നൽകി വരുന്നു. മർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന തിരുമേനിമാരാണ് ഇതിൻ്റെയും രക്ഷാധികാരിയായിട്ടും ഇതിൻ്റെ മുഖ്യമായുള്ള നേതൃത്വം നൽകുന്നത്. ഈ നാളുകളിൽ ഡോക്ടർ ഐസക് മാർ വിലക്സനോസ് എപ്പിസ്കോപ്പ ധന്യമായ നേതൃത്വം ഈ സ്ഥാപനയ്ക്ക് നൽകുന്നു. സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി എബി കെ ജോഷുവാച്ചൻ, അതുപോലെ സംഘം ട്രഷറർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വവും എടുത്ത് പറയത്തക്ക വിധത്തിലുള്ളതാണ്. കൂടാതെ ഈ മന്ദിരത്തിന് ഒരു മാനേജിങ് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ബഹുമാനപ്പെട്ട തോമസ് ജോണച്ചൻ എലന്തൂരും, സെക്രട്ടറിയായി ശ്രീ എബി ജേക്കബും, ട്രഷററായി ജോൺ കെ എബ്രഹാമും പ്രവർത്തിക്കുന്നു. കൂടാതെ 24ഓളം അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട്. മന്ദിരം 77 വർഷം പിന്നിടുമ്പോൾ ഇതിൻ്റെ വളർച്ചയിൽ അനേകർക്ക് സഹായമായി തീരുവാൻ ഈ നാളുകൾ ഇടയായി തീർന്നു. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഓർപ്പിച്ചു, ആർക്കാണ് സ്വർഗരാജ്യം എന്നുള്ളത്. ദാഹിച്ചിരിക്കുന്നവർക്ക് കുടിപ്പാൻ കൊടുത്തവർക്ക്, വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുത്തവർക്ക്, രോഗികളായിരിക്കുന്നവരെ ശുശ്രൂഷിച്ചവർക്ക്, നഗ്നനായിരുന്നവനെ ഉടുപ്പിച്ചവർക്കാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആ തരത്തിൽ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ഇടയായിത്തീരുന്നു എന്നുള്ളത് സന്തോഷമാണ്. ഈ ദിവസങ്ങളിൽ 52 പുരുഷന്മാരും 73 സ്ത്രീകളും ഉൾപ്പെടെ 125ഓളം അംഗങ്ങൾ ഈ മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നു. 34ഓളം പ്രവർത്തകർ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. അങ്ങനെ ഒന്നിച്ചൊരു കുടുംബമായി ഈ നാളുകളിലൂടെ പ്രവർത്തിപ്പാനായിട്ട് ദൈവം തമ്പുരാൻ ഇടയാക്കുന്നു. ഭൂരിപക്ഷം ആൾക്കാരും പരസഹായം ആവശ്യമുള്ളവരും കൂടുതൽ ദൂരം നടക്കുവാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനോ സാധിക്കാത്തവരുമായിട്ടുള്ള വ്യക്തികളാണ്. അവരെ പരിചരിക്കുവാൻ ഇവിടെയുള്ള പ്രവർത്തകർ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന സംഗതിയാണ്. കൂടാതെ ഇതിൻ്റെ ചുമതലക്കാരായിരിക്കുന്ന സെക്രട്ടറി ശ്രീ എബി ജേക്കബും ട്രഷറർ ശ്രീ ജോൺ കെ എബ്രഹാമും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരിക്കുന്നു. ഓഫീസ് ക്ലർക്ക് ഷീബയുടെ സേവനം, സേവകരായിട്ടുള്ള മോനി, മറ്റേ നേഴ്സിംഗ് സ്റ്റാഫ്, മറ്റ് ഇതര പ്രവർത്തകരെല്ലാം ഒത്തൊരുമയോടെ ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരുന്നു. 2 ഏക്കർ സ്ഥലം വാങ്ങി 3 കുടിലുകൾ വെച്ച് ആരംഭിച്ച പ്രവർത്തനം ഇന്ന് 6 ഏക്കറോളം സ്ഥലവും അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാർക്ക് താമസിക്കുവാനായിട്ടുള്ള ബിൽഡിങ്ങുകളും മറ്റ് ഇതര പ്രവർത്തനങ്ങളും നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ കൃപ ചെയ്തു. വളരെ അധികം വൈവിധ്യമായ കൃഷി രീതികൾ ഈ നാളുകൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചു. തെങ്ങുകൾ നട്ട് നമ്മളെ പരിപാലിച്ച് വളർത്തി വരുന്നു. കൂടാതെ പച്ചക്കറി കൃഷികൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്തു വരുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇസ്രായേലൊക്കെ പരീക്ഷിച്ച് വിജയിച്ച രീതിയിലുള്ള പച്ചക്കറി കൃഷി നമ്മൾ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, മറ്റ് ഇതര പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടെ കൃഷി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് വളരെ നല്ലൊരു ഫാം ഉണ്ട്. 10ഓളം പശുക്കളും അതിൻ്റെ ക്ലാക്കളും നമുക്ക് ഉണ്ട്. ഇവിടുത്തെ ആവശ്യത്തിന് ഉള്ള പാൽ എടുത്തതിന് ശേഷം ബാക്കിയുള്ള പാൽ നമ്മൾ പുറത്ത് വിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഒരു നല്ല പക്ഷി സമ്പത്ത് നമുക്കുണ്ട്. കിളികളുടെ ഒരു ചെറിയ അവരെ സംരക്ഷിക്കുന്നതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ കടന്നു വരുന്നവർക്കത് വളരെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായിട്ടും സന്ദർശകരായിട്ട് വരുന്നവർക്കും കിളികളുടെയും അതുപോലെ മുയൽ, ഗിനി പിഗ്, ചെറിയൊരു കുതിര,
അങ്ങനെയുള്ള കാഴ്ചകൾ വളരെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. അതുമാത്രമല്ല, ഇത് പലതും ഇവിടെയുള്ള മന്ദിരാംഗങ്ങൾക്കും സന്തോഷം നൽകുവാൻ ഇടയായിത്തീരുന്ന ഒന്നത്രേ. എല്ലാവരെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ ലഭ്യമായിരിക്കുന്നു. കുമ്പനാട് ധർമ്മഗിരി മന്ദിരത്തിന്റെ സൂപ്രണ്ടന്റായി റവറന്റ് KS മാത്യൂസ് ശുശ്രൂഷ ചെയ്തു വരുന്നു. ശ്രീ PT തോമസ് പൂഴിക്കാലയിലാണ്. ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ചുവല്ലോ, മാരാമൺ കൺവെൻഷനിൽ വരുന്ന യാചകരായിട്ടുള്ള ആൾക്കാരെ കണ്ട് മനസ്സലിഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹമാണ് ആദ്യം ഈ അവിടെ കടന്നു വരുന്ന യാചകരായിട്ടുള്ളവർക്ക് പന്തലൊക്കെ നിർമ്മിച്ച് കൊടുത്ത് സഹായിച്ച് 8 വർഷത്തോളം പന്തലുകൾ നിർമ്മിച്ച് നൽകി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വലിയ ദീർഘവീക്ഷണമാണ് പിന്നീട് ഈ പ്രസ്ഥാനം ആരംഭിക്കുവാൻ ഇടയായത്. അവരെ കരുതുവാനായിട്ട് ഒരു കളക്ഷനൊക്കെ എടുത്ത് ലഭിച്ച തുക കൊടുത്തതിന് ശേഷം മിച്ചം വന്ന തുകയും മർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ സഹകരണവും അവരുടെ ഉത്സാഹ നിമിത്തം 2 ഏക്കർ സ്ഥലം വാങ്ങി ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിത്വമാണ് പൂഴിക്കാലയിൽ ശ്രീ PT തോമസ്. അതിൻ്റെ വളർച്ചയിൽ ഈ സ്ഥാപനത്തെ ദീർഘവർഷം നയിച്ച വ്യക്തിത്വമാണ് ശ്രീ MK വർഗീസ്, അല്ലെങ്കിൽ കുട്ടിസാർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട കുട്ടിസാർ. അദ്ദേഹത്തിൻ്റെ സേവനമാണ് ഈ സ്ഥാപനം ഇത്രത്തോളം ഒരർത്ഥത്തിൽ വളരുവാൻ നല്ല മുഖാന്തരങ്ങൾ ഒരുക്കിയത്. അന്ന് കന്നുകാലി വളർത്തൽ, കൃഷി, മറ്റ് കോഴി വളർത്തൽ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾക്കൊക്കെ അദ്ദേഹം നല്ല നേതൃത്വം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങളാലാണ് ഈ സ്ഥാപനത്തിലെ ദൈനംദിന ചിലവുകൾ നടന്നുവരുന്നത്. കുമ്പനാട് ധർമ്മഗിരി മന്ദിരത്തെ പറ്റി പറയുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ഓൾഡ് ഏജ് ഹോമുണ്ട്, ഓർഫനേജസ് ഉണ്ട്, ബഗർ ഹോമുണ്ട്, ബാലികാഭവനുണ്ട്, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് വിവിധ ലൈസൻസുകളിലായിട്ട് ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്നേക്ക് 77 വർഷങ്ങൾക്ക് മുൻപ് ഇതൊന്നുമില്ലാതിരുന്ന സമയത്ത് ഞങ്ങളുടെ പിതാക്കന്മാരായ ക്രാന്തദർശികളായ പിതാക്കന്മാർ ഇങ്ങനെ ഒരു ആശയം ഉരുത്തിരിയുകയും സമൂഹത്തിലെ, അതായത് മാരാമൺ കൺവെൻഷന് ധാരാളം ധർമ്മക്കാർ വരുമ്പോൾ അവരെ പുനരുജ്ജീവിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി അന്ന് സ്ഥാപിച്ചൊരു സ്ഥാപനമാണ് കുമ്പനാട് ധർമ്മഗിരി മന്ദിരം. അന്ന് ഇങ്ങനെ ഒരു സ്ഥാപനത്തെപ്പറ്റി ഒരാളും ചിന്തിച്ച് കാണത്തില്ല. ആ ഒരു ആവശ്യകത കണ്ടുകൊണ്ട് അന്ന് സ്ഥാപിച്ച ഈ ധർമ്മഗിരി മന്ദിരം അനേകർക്ക് പ്രയോജനകരമായി, അനേകർക്ക് അത്താണിയായിട്ട് ഇന്നും 77 വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ ധാരാളം ആളുകൾ, അഗതികൾ അല്ലെ ആരുമില്ലാത്തവരെ സംരക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെ അഭിമാനമുണ്ട്. മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ബഗർ ഹോം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അതായത് സമൂഹത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ സംരക്ഷിക്കുന്ന സ്ഥാപനം. എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിക്കൊണ്ട് തുടങ്ങിയൊരു സ്ഥാപനമാണ് ധർമ്മഗിരി മന്ദിരം. ആ ഒരു മാതൃകയെ ഇന്ന് സമൂഹത്തിൽ ധാരാളം പേർക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് ആ ആശയം ഉരുത്തിരിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഈ ധർമ്മഗിരി മന്ദിരം പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രധാനമായും സ്പോൺസർഷിപ്പിലൂടെയാണ്. ഇതിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്രാൻറ്റുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സഹായ ഇടവകൾ, 72 സഹായ ഇടവകളുണ്ട്. ആ ഇടവകളിൽ നിന്ന് കിട്ടുന്ന ദുഃഖവെള്ളിയാഴ്ച സ്തോത്രകാഴ്ചയും പിന്നെ സുമനസ്സുകളുടെ ഭക്ഷണ സംഭാവനയും സ്പോൺസർഷിപ്പും മൂലമാണ് ഇത് നടന്നു പോകുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും സഹായിച്ചവരെയും ഇത്തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു.
മാർത്തോമാ സഭയുടെ ആതുര സേവനത്തെ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് കുമ്പനാട് ധർമ്മേരി മന്ദിരം. 77 കൊല്ലം മുമ്പേ ഇവിടെ സ്ഥാപിച്ച ഈ സ്ഥാപനം അനേക ആളുകൾക്ക് ഒരു അത്താണിയായി മാറിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ അതിൻ്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം നടക്കുന്നൊരു കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത്. എൻ്റെ പേര് ഷാജിയാണ്. ഞാൻ അരൂർ പ്രദേശിയാണ്. ഞാനൊരു ക്ഷീര കർഷകനായിരുന്നു. എൻ്റെ ചെറുകാലമെല്ലാം ഞാൻ പശുക്കളെയും കോഴിയൊക്കെ വളർത്തി ജീവിച്ച ആളാണ്. ഇപ്പോൾ ഞാൻ റിട്ടയർമെൻറ്റ് ലൈഫിലാണ്. ആ റിട്ടയർമെൻറ്റ് ലൈഫിൽ എന്നാൽ കഴിയുന്ന ഒരു സഹായം ഈ ഒരു സ്ഥാപനത്തിന് എന്നുള്ള നിലയിൽ ദിവസവും രാവിലെയും വൈകിട്ടും വന്ന് ഈ സ്ഥാപനത്തെ നോക്കുകയും ഇതിനെ സേവിക്കാൻ ദൈവം തന്ന ഈ വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി കരയറ്റുന്നു. ഇവിടെ ഇത്ര അന്തിവാസികളും ഉണ്ടെന്നും ഇവരുടെ ആവശ്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാക്കി എനിക്ക് കിട്ടിയ കഴിവുകൾ ഞാൻ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഇവരെ സഹായിക്കാൻ വരികയും എന്നും ഇവർക്ക് വേണ്ടിയ ആവശ്യത്തിനുള്ള പാല്, മുട്ട, അതുപോലെ തന്നെ കൃഷി സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഞാൻ ചെയ്ത് ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ സഹായിക്കുന്നുമുണ്ട്. പശുക്കൾ ഇപ്പം ഞങ്ങൾക്ക് 8 വലിയ പശുവും 5 കൊച്ചു പശുവുമുണ്ട്. എനിക്ക് 250 കോഴിയുണ്ട് ഇവിടെ. അതിനോടൊപ്പം കുറച്ച് താറാവുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ വരുമാന മാർഗത്തിൻ്റെ സാധനമാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ടയും നമ്മുടെ ആവശ്യത്തിനുള്ള പാലും കഴിഞ്ഞതിന് ശേഷം ഇത് പുറത്ത് കൊടുക്കുവാനും ഉള്ള രീതിയിൽ ഞങ്ങൾ ക്രമീകരണം ചെയ്ത് ഇപ്പോൾ അങ്ങനെ സംഗതികൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ സ്നേഹ ശുശ്രൂഷയിൽ ഏകദേശം 34ഓളം പേർ സ്വയം സേവകരായി ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത് അനേകരെ പ്രാർത്ഥനയും കൈതുറന്നുള്ള സഹായമാവുന്നു. പ്രത്യേകിച്ചും തങ്ങളുടെ ജന്മദിനം, വിവാഹ വാർഷികം, പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മ, മക്കളുടെ വിവാഹം, കുഞ്ഞുങ്ങളെ വിജയം ലഭിക്കുമ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ ഇവിടെ കടന്നു വരികയും പ്രത്യേകമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അനേകരെ രോഗികളായിട്ട് പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലായതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് ധാരാളം പണം ആവശ്യമായി വരുന്നു. അങ്ങനെ ചികിത്സാ സഹായത്തിനായിട്ടും ഈ നാളുകൾ സഹായിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവരെ കരുതുവാനും പ്രത്യേകിച്ചും രോഗികളായിട്ടുള്ള ആൾക്കാരാണുള്ള ധാരാളം പേര്. അവരുടെ സംരക്ഷണം വളരെ ഭാരിച്ച ചെലവുകൾ വരുന്ന ഒന്നാണ്. അതിൽ അനേകർ ഭാഗവാക്കുകളാകുന്നു. തുടർന്നും അനേകരുടെ സഹായം ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. പാലിയേറ്റീവ് രോഗികളുടെ തുടർന്നുള്ള പരിചരണത്തിനായി ഒരു പുതിയ ബ്ലോക്ക് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നില പണി കഴിഞ്ഞു. ഇനി 2 നില കൂടെ പണിയുവാനായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അതിൻ്റെ പണികളെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അനേകരുടെ പ്രാർത്ഥനയും കൈതുറന്നുള്ള സഹായവും ആ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ഇടയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജീവിത വഴികളിൽ നിരാലംബരാക്കപ്പെട്ടവർക്ക് വേണ്ടി മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുമ്പനാട് ധർമ്മഗിരി മന്ദിരം ഇന്ന് 75ഓളം വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. കുമ്പനാട് ധർമ്മഗിരി മന്ദിരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് തണലിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അങ്ങേ